സ്വാതന്ത്ര്യത്തിൻ്റെ വരാനുള്ളൊരു ഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ആ കല്യാണം നമ്മുടെ കൃഷ്ണമംഗലത്തുകാർ മുടക്കുന്നുണ്ട്. ചേട്ടൻ്റെ അനുവാദത്തോടെ അല്ലെങ്കിലും അനിയൻ സ്വന്തം ഇഷ്ടത്തിന് തന്നെ വിവാഹം മുടക്കുന്നുണ്ട്. രാജശ്രീയാണ് പറയുന്നത് വിവാഹം മുടക്കണം, അവരും വിഷമം അനുഭവിക്കണം. ഞങ്ങളും ഉറങ്ങിയിട്ട് കുറച്ച് നാളായി എന്നൊക്കെ പറഞ്ഞിട്ട് പകരം വീട്ടാൻ തന്നെ തയ്യാറാവുന്നു. അങ്ങനെ അച്യുതം വിളിച്ച് പറയുന്ന ഓരോ കാര്യങ്ങളും ഓരോ നുണകളും കേട്ട് ഈ വിവാഹം വേണ്ടാന്ന് വെക്കിന്. അങ്ങനെ ആനന്ദിന് വല്ലാത്ത വിഷമം ഉണ്ടാക്കുന്നുണ്ട്. ആനന്ദ് വളരെ വിഷമത്തോടെ സങ്കടത്തോടെയൊക്കെയാണ് അവിടെ നിന്ന് ഇറങ്ങി പോകുന്നത്. ആനന്ദിൻ്റെ ആ വിഷമം കണ്ടിട്ടാണ് നമ്മുടെ ആകാശിന് സഹിക്കാൻ പറ്റാത്ത ദേഷ്യം മീനാക്ഷിയോട് ഉണ്ടാവുന്നതും മീനാക്ഷിനെ ഒരുപാട് ദേഷ്യത്തോടെ ആദ്യമായിട്ടാണ് മീനാക്ഷിയോട് അങ്ങനെ പൊട്ടിത്തെറിക്കുന്നതും. നീ എൻ്റെ തലയിലായത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ ആയതെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ മാത്രമാണോ നിന്നെ കല്യാണം കഴിക്കാൻ കാരണം എന്ന് ചോദിച്ചപ്പോൾ നിൻ്റെ വീട്ടുകാർ നിനക്ക് പെണ്ണാലോചിച്ചെന്ന് പറഞ്ഞ് നീ എനിക്ക് സ്വൈരം തരാണ്ടല്ലേ, അല്ലെങ്കിൽ എൻ്റെ ചേട്ടൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് നിന്നെ കല്യാണം കഴിക്കാനാണ് ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ. ഇപ്പോൾ അവനും കൂടി കല്യാണം കഴിച്ചതോടെ എൻ്റെ ചേട്ടൻ ഇനി ഒരു പെൺ ജീവിതം ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ആകാശ് ഉറഞ്ഞതുള്ളാണ് ചെയ്യുന്നത്. ബാലനാണെങ്കിൽ വന്നു കഴിഞ്ഞിട്ട് ആകാശിനെ വഴക്കൊക്കെ പറയുന്നുണ്ട്. പെണ്ണുങ്ങളെ അതായത് ഭാര്യമാരെ അങ്ങനെയൊന്നും പറയാൻ പാടില്ല, നിങ്ങളുടെ ഒച്ചയിനി ഇവിടെ പുറത്ത് വരും എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നുണ്ട്. പിന്നീട് കുറച്ച് നാൾ കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ മിത്രയ്ക്കും ആര്യനും തമ്മിലിടയിൽ സ്നേഹമൊക്കെ ആവുന്നുണ്ട്. രണ്ടുപേർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമാണ്, പക്ഷെ തുറന്നും പറയില്ല, തുറന്നും പ്രകടിപ്പിക്കൂല. മിത്ര കോളേജിലേക്ക് പോകുമ്പോൾ പിന്നാലെ തന്നെ നമ്മുടെ ആര്യനും പോവുകയൊക്കെ ചെയ്യും, ബസ് കയറുന്നവരെയും. പിന്നെ അത് കഴിഞ്ഞിട്ട് വരുമ്പോഴും അങ്ങനെ തന്നെ നേരിട്ട് കണ്ടാൽ മിണ്ടയില്ല, മിണ്ടിയാൽ തന്നെ തല്ലുപിടിക്കുകയും ചെയ്യും. പക്ഷെ പിന്നാലെ തന്നെ പോകുന്നുണ്ട്, കാരണം അലോക് ഇനി എന്തെങ്കിലും ഉപദ്രവിക്കുമോ എന്നൊക്കെ വിചാരിച്ചിട്ട്. അതിനുശേഷം പിന്നെ നമ്മുടെ ആനന്ദിന് ബാലൻ തന്നെ ഒരു പെൺകുട്ടിനെ കണ്ടെത്തുന്നുണ്ട്, നല്ലൊരു പെൺകുട്ടിനെ കല്യാണം കഴിക്കുന്നുണ്ട്. ആ പെൺകുട്ടിക്ക് എന്തായാലും ആ പെൺകുട്ടിയുടെ വീട്ടുകാർ ഇവരെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറ്റിക്കുന്നതാണ്. വയസ്സൊക്കെ കുറച്ച് പറഞ്ഞിട്ട് കല്യാണം നടക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് നുണയൊക്കെ പറഞ്ഞിട്ട് ഉണ്ടാക്കുന്ന കല്യാണമാണ്. എന്തായാലും ആനന്ദിന് ആ പെൺകുട്ടീനെ നല്ല ഇഷ്ടമാവുന്നുണ്ട്, പെൺകുട്ടിയും നല്ലത് തന്നെയാണ്. ആ വീട്ടിലേക്ക് ബാലന് പറ്റിയ മരുമോൾ തന്നെയാണ്. ഭയങ്കര സ്നേഹമാണ് ബാലന് മരുമോളോട്. അങ്ങനെ കല്യാണം രജിസ്റ്റർ ചെയ്യാനൊക്കെ പറയുന്നൊക്കെ ഉണ്ട്. കല്യാണം രജിസ്റ്റർ ചെയ്യാൻ പറയുമ്പോഴാണ് ഈ പെൺകുട്ടിയാകെ പേടിക്കുന്നത്. കല്യാണം രജിസ്റ്റർ ചെയ്യാൻ പറയുമ്പോൾ ആധാർ കാർഡൊക്കെ ചോദിക്കില്ലേ, ആധാർ കാർഡിലെ വയസ്സും ആനന്ദിൻ്റെ വയസ്സും തമ്മിൽ ഭയങ്കര വ്യത്യാസമാണ് ഈ പെൺകുട്ടിക്ക്. അതുകൊണ്ട് പെൺകുട്ടി പേടിച്ച് വീട്ടിലൊക്കെ പോയിരുന്ന് കരഞ്ഞ് ബഹളം വയ്ക്കുന്നൊക്കെ ഉണ്ട്. പക്ഷെ പെൺകുട്ടിയുടെ അച്ഛൻ ആധാർ കാർഡ് ഇതൊന്നും അറിയാണ്ട് നേരിട്ട് ബാലൻ്റെ കൊണ്ടു കൊടുക്കുകയും ബാലൻ അത് ആകാശിനെ ഏൽപ്പിക്കുകയും അങ്ങനെ ദേവമംഗലത്ത് എല്ലാവരും ആധാർ കാർഡ് കാണുന്നുണ്ട്. പക്ഷെ ഭംഗി മാത്രം നോക്കിയുള്ളൂ, ഡേറ്റ് ഓഫ് ബർത്ത് നോക്കാത്തത് കൊണ്ട് ഒരു പ്രശ്നങ്ങളൊക്കെ ഒഴിവായി ഇങ്ങനെ പോകണ്. ആ പെൺകുട്ടി ആകാശിൻ്റെ കയ്യിൽ തന്നെയുണ്ട് ആധാർ കാർഡ് ഇരിക്കുന്നത്. പക്ഷെ അത് ചോദിക്കാൻ ഈ പെൺകുട്ടിക്ക് പേടി. ചോദിച്ചു കഴിയുമ്പോൾ എല്ലാവരും എടുത്തു കഴിഞ്ഞിട്ട് വയസ്സൊക്കെ നോക്കിയെങ്കിലും ഒന്ന് പേടിച്ചിട്ട് അങ്ങനെ വിഷമിച്ച് ആ പെൺകുട്ടി ആകെ 2 ദിവസം ഭയങ്കരമായിട്ട് ടെൻഷൻ അടിച്ച് നിൽക്കുന്ന ഒരു ഭാഗങ്ങളൊക്കെ ഉണ്ട്. പിന്നീട് നമ്മുടെ ആര്യനോട് ബാലൻ ശരിക്കും ആദ്യത്തെ പോലെ ഒന്നും മിണ്ടുന്നില്ല, ഇഷ്ടമുണ്ടെങ്കിലും മിണ്ടാറൊന്നുമില്ല. അങ്ങനെ ബാലൻ കടയിൽ നിന്ന് വന്നിരിക്കുന്ന സമയത്ത് അനുവിനോട് ചോദിക്കുന്നുണ്ട്, മോളെ ആ പൈസ കാണാണ്ടായത് നീ നോക്കിയോ എന്ന് പറഞ്ഞപ്പോൾ ഇല്ല അച്ഛാ, ഞാൻ എത്ര നോക്കിയിട്ടും കാണാണ്ടായി, അത് മിസ്സിങ് തന്നെയാണ്, ആ പൈസ ഇവിടെ ഇല്ല, ആ വരവ് ചെലവിലൊന്നും അച്ഛൻ ആ കാശ് കാണുന്നില്ല എന്ന് പറഞ്ഞാൽ എന്തായാലും ആ കാശ് എടുത്തത് ആരായാലും സത്യം പറഞ്ഞോ എന്ന് പറയും. അങ്ങനെ ശരിക്കും ആര്യനും ആകാശും കൂടി പരസ്പരം മുഖത്തോട് മുഖമൊക്കെ നോക്കുന്നുണ്ട്. അപ്പം പെട്ടെന്ന് തന്നെ പറയും ആരും സമ്മതിക്കുന്നുമില്ല. അപ്പം ഗോമതി പറയും 1000 രൂപ പോയതിനല്ലേ, അത് എവിടെയെങ്കിലും ഉണ്ടാവും, നിങ്ങൾ സമാധാനിക്ക്, ചോറ് തിന്നൊക്കെ പറയുമ്പോൾ 1000 രൂപ അല്ല 10000 രൂപയാണ് കാണാണ്ടായത്. 10,000 എന്ന് ചോദിക്കും. അതെ 10,000 കാണാണ്ടായിട്ടുള്ളത്, എവിടേക്ക് പോയെന്ന് എനിക്കറിയണം എന്ന് പറയും. അതറിഞ്ഞാൽ മാത്രം മതി എന്നറിയും. എന്നിട്ട് നമ്മുടെ ആര്യനോട് ചോദിക്കും, നീ എടുത്തിട്ടുണ്ടെങ്കിൽ സത്യം പറഞ്ഞോ എന്ന് പറയും. നീ കടയിൽ വരാറില്ല, എന്നാലും നീ കടയിൽ വന്ന ആദ്യത്തെ ദിവസം തന്നെ ആദ്യമായിട്ട് കടയിൽ വന്ന ദിവസമാണ് ഈ കാശ് കാണാണ്ടായിട്ടുള്ളത്, അതുകൊണ്ട് എടുത്തിട്ടുണ്ടെങ്കിൽ എന്നോട് സത്യം പറയുന്നതാണ് നല്ലതെന്ന് പറയും. അത് കേൾക്കുമ്പോൾ മിത്രയ്ക്ക് പെട്ടെന്ന് ദേഷ്യം വരുന്നുണ്ട്. മിത്ര പറയുന്നുണ്ട്, മാമൻ എന്താ അങ്കിൾ എന്താ അങ്ങനെ സംസാരിക്കുന്നത്, ഈ കാശ് കാണാണ്ടായിട്ടുണ്ടെങ്കിൽ അത് എടുത്തത് ആര്യൻ്റെ തന്നെയാണെന്ന് എന്തുറപ്പ്, ആര്യൻ കടയിലേക്ക് വന്നത് ആകാശേട്ടനെ കാണാനും അതുപോലെ തന്നെ രാമേട്ടനെ കാണാനും അല്ലേ, അങ്ങനെ ഇടയ്ക്ക് വരാറുണ്ടല്ലോ, പിന്നെ വരാണ്ട് വന്നത് കാശെടുക്കാൻ വേണ്ടിയിട്ടാണോ, അതിൻ്റെ ആവശ്യം ഇപ്പം ആര്യനില്ല, സ്വന്തമായിട്ട് പണിയെടുത്ത് കാശ് ഉണ്ടാക്കുന്നുണ്ട്, ഞാനാണെങ്കിലും ട്യൂഷന് പോകുന്നുണ്ട്, പിന്നെ വേറെ എന്തിനു വേണ്ടിയിട്ടാണ് കാശ് എടുക്കണത്, ഒരാൾ കാണാത്ത കാര്യം പറയരുത്, തെളിയാത്ത കാര്യം പറയരുത്, എന്തിനും ഏതിനും ആര്യനെ കുറ്റം പറയുന്നത് നിർത്തണം എന്നൊക്കെ പറഞ്ഞ്. അപ്പം ഗോമതി പറയുന്നേടി, അത് അവൻ്റെ അച്ഛൻ അവനോട് ചോദിച്ചെന്നല്ലേ ഉള്ളൂ, അതിന് നീ എന്തിനു ദേഷ്യപ്പെടുന്നത്, പിന്നെ ദേഷ്യപ്പെടാണ്ടിരിക്കുമോ,
ആളൊക്കെ സത്യം അറിഞ്ഞിട്ടാണോ ഈ പറയുന്നതെന്നൊക്കെ ചോദിക്കും. അപ്പോൾ ആര്യനാണെങ്കിൽ ഒന്നും മിണ്ടുന്നില്ല. അപ്പൊ ബാലൻ പെട്ടെന്ന് ബാലൻ പറയുന്നുണ്ട്, ശരി ഞാനിനി നിന്റെ ഭർത്താവിനെ ഞാൻ ചോദ്യം ചെയ്യുന്നില്ല, കള്ളനാക്കുന്നില്ല, വേണ്ട. പക്ഷെ കാശ് എൻ്റെ അക്കൗണ്ടിൽ നിന്ന് എൻ്റെ കാശ് പോയിട്ടുള്ളത്, എൻ്റെ ചെക്ക് എഴുതിയിട്ടാണ് എടുത്തിട്ടുള്ളത്. എന്തായാലും ഞാൻ ഇന്നലെ നാളെ ഞാനത് കണ്ടുപിടിക്കുമ്പോൾ ഈ പറഞ്ഞത് ആരായാലും ഇതിന് മറുപടി എനിക്കും പറയാലോ എന്ന് ചോദിക്കുമ്പോൾ ആരും ഒന്നും മിണ്ടൂല. അങ്ങനെ നമ്മുടെ ബാലൻ എഴുന്നേറ്റ് പോകും. പിന്നീട് റൂമിൽ ചെന്നിരുന്നിട്ട് മിത്രയ്ക്ക് ഭയങ്കര ദേഷ്യമാണ്. മിത്ര ഇങ്ങനെ പറയുന്നത്, കാണാണ്ടായിട്ടുണ്ടെങ്കിൽ പൈസ കട്ടതൊക്കെ ഇയാളാണ്, ഇവനെ ആര്യനാണ് പറയുന്നത്. ഇതെന്ത് മര്യാദ, എന്നുള്ള ഇവിടെ ഇങ്ങനെ ചെയ്യാത്ത തെറ്റിനൊക്കെ ശിക്ഷിക്കുന്നത് ആര്യനെയുള്ളതെന്നൊക്കെ പറയും. എന്നിട്ട് ആര്യനോട് ചോദിക്കുന്നുണ്ട്, ആര്യനൊരു വിഷമവും ഇല്ലേ ഇങ്ങനെയൊക്കെ കേട്ടിട്ടെന്ന് പറയും. എന്ത് വിഷമം, എൻ്റെ അച്ഛൻ എന്നെ പലതും പറയും, നിനക്കെന്താ കുഴപ്പമെന്ന് ചോദിക്കും. സത്യത്തിൽ നീ ആ പൈസ എടുത്തോ? പൈസ എടുത്തിട്ടുണ്ടെങ്കിൽ സത്യം പറഞ്ഞൂടെ? പൈസ എടുത്തിട്ടില്ലെങ്കിൽ എടുത്തില്ല എന്ന് പറഞ്ഞൂടെ? പിന്നെ എന്തിനാ മിണ്ടാണ്ടിരിക്കുന്നത്? ചെയ്യാത്ത തെറ്റെന്തിന് തലയിൽ ഏറ്റെടുക്കണമെന്ന് ചോദിക്കുന്നുണ്ട്. എന്തായാലും ആര്യൻ ആ കാശ് എടുത്തിട്ടുണ്ടെന്നുള്ള കാര്യം ആര്യന് നല്ല ഉറപ്പാണ്. അതുകൊണ്ട് തന്നെയാണ് ആര്യൻ എന്തും മിണ്ടാത്തത്. അത് എന്തിനു വേണ്ടിയാണ് എടുത്തതെന്നുള്ള കാര്യം മാത്രം അത് മറ്റുള്ളവർക്കും അറിയില്ല. ആകെ അറിയുന്നത് ആകാശിനും അതുപോലെ തന്നെ ആര്യനും മാത്രമാണ്. മാമനും അറിയാം. അതുകൊണ്ടാണ് 3 പേരും കൂടെ ആകെ ഇങ്ങനെ തപ്പിപ്പഴ ബാലൻ ആ പൈസ ചോദിച്ചപ്പോൾ അങ്ങനെ നിൽക്കണത്. എന്തായാലും മിത്ര ആര്യൻ അത് എടുത്തിട്ടില്ല എന്നുള്ള വിശ്വാസത്തിലാണ് ബാലനായിട്ട് വഴക്കുണ്ടാക്കുന്നതും ഓരോന്ന് ചോദിച്ച് എപ്പോഴെപ്പോഴും കള്ളനാക്കിയാൽ സമ്മതിക്കില്ല. എന്തായാലും സ്വന്തം ഭർത്താവിനെ മറ്റുള്ളവർ കുറ്റം പറയുന്നത് ഇഷ്ടപ്പെടില്ലല്ലോ. അപ്പം മിത്രനോട് ചോദിക്കുന്നത്, എനിക്കിതിലെന്താ കാര്യം, എൻ്റെ അച്ഛൻ എന്നെ എന്തെങ്കിലും പറഞ്ഞോട്ടെ, നിന്നോട് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടില്ല എൻ്റെ അച്ഛൻ എന്നെ എന്തെങ്കിലും പറയുമ്പോൾ ഇതിൽ ഇടപെട്ടിരുന്നു പറഞ്ഞപ്പോൾ, ശരിയാണ് എനിക്ക് ഇടപെടേണ്ട കാര്യമില്ല, പക്ഷെ എനിക്കിങ്ങനെയൊക്കെ കാണുമ്പോൾ ഇടപെട്ട് പോണതാണ്, അതുകൊണ്ട് ഞാൻ ചോദിച്ചതുണ്ട്. നീ ചോദിക്കുന്നില്ല, നീ എടുത്തിട്ടില്ലെങ്കിൽ നീ തന്നെ അനുഭവിച്ച മറ്റുള്ളവരെല്ലാവരുടെ മുന്നിൽ വെച്ചിട്ട് നിന്നെ അപമാനിക്കുന്ന കേട്ടപ്പോൾ എനിക്ക് സഹിച്ചില്ല, അതുകൊണ്ട് ഞാൻ പറഞ്ഞാണ് സോറി എന്ന് പറഞ്ഞ് മിത്ര കൈകൂപ്പുന്ന ഒരു ഭാഗം കൂടിയുണ്ട്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.